ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമുളക് കൂടി പേസ്റ്റ് ആക്കിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കഴുകി വെച്ച അരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ 1 കപ്പിൽ അരി എടുത്തിട്ടുണ്ടായിരുന്നു. അതേ കപ്പിൽ ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് വേവിച്ചപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.